ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ചില ആളുകൾക്കുണ്ടാവുന്ന സംശയമാണ്, ഞാൻ ഒരു പോളിസി എടുത്താൽ എനിക്കത് വേറെ ആർക്കെങ്കിലും കൈമാറി കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഒരു ആള് പോളിസി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ പോളിസിയാണ്. ഒരാളുടെ പേരിൽ എടുക്കുന്ന പോളിസി മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധ്യമല്ല. എന്നാൽ നമ്മൾ എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ, അതായത് ചിട്ടി, KSFE ഒക്കെ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ജാമ്യം എന്ന രീതിയിൽ എടുക്കാനായിട്ട് നമ്മളുടെ പോളിസി അതിൽ അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് അസൈൻ ചെയ്തുകൊണ്ട് അത്തരം ജാമ്യ വ്യവസ്ഥകൾ നമുക്ക് പാലിക്കാൻ സാധിക്കും. അതിനെ മറ്റ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെയും ഇൻഷുറൻസ് ഡോക്യുമെന്റ് എടുക്കുന്നതല്ല. LICയുടെ മാത്രമാണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ മാത്രം ഡോക്യുമെന്റ് ആണ് അത്തരം ജാമ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് LICയുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ലൈഫ് ഇൻഷുറൻസ് ആണ് എങ്കിൽ അതിന്റെ ഡോക്യുമെന്റ് നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ നമുക്ക് ജാമ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ കൈമാറ്റം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടെ നമുക്ക് ഇതിനെ ഒരു ജാമ്യ വ്യവസ്ഥ എന്ന രീതിയിൽ ഇതിനെ അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളുടെ ബെനിഫിറ്റ് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാൻ നമുക്ക് നോമിനി വെക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഒരു നോമിനേഷനിലും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പോളിസി ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, അയാൾക്ക് കൈമാറി കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് മേടിക്കാനായിട്ട് അദ്ദേഹത്തിന് ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ല എന്നിരിക്കട്ടെ. അദ്ദേഹം ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ കാലശേഷം ആ ബെനിഫിറ്റ്, ഡെത്ത് ബെനിഫിറ്റ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ട്രസ്റ്റിയെ അയാൾക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ട്രസ്റ്റിയിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അതൊരു നല്ല കാര്യമാണ്. നമ്മളുടെ കാലശേഷം നമ്മളുടെ വസ്തുവകകൾ ഏതെങ്കിലും ഒരു ഓർഫനേജിനോ ഏതെങ്കിലും ഒരു ട്രസ്റ്റിക്കോ നമ്മൾ കൈമാറുമ്പോൾ അത് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് ആ ബെനിഫിറ്റ് കിട്ടും. ഒരു ചാരിറ്റി എന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസി യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ പേരിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ആ ഒരു നിശ്ചിത ഒരു കോൺട്രാക്ട് ബേസിൽ, അതായത് ഇപ്പോൾ ജാമ്യ വ്യവസ്ഥ പോലെയുള്ള കോൺട്രാക്ട് ബേസിൽ ചിട്ടി, KSFE ഇവയൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ട്രസ്റ്റിക്കോ ഒക്കെ നമ്മുടെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് വെക്കുന്നതും അത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.